എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ അഗ്നിശലഭങ്ങൾ എന്ന ഈ ക്യാമ്പസ് പ്രണയ കഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 4. അഗ്നിപരീക്ഷ. ആ രാത്രി മീരയ്ക്കൊരു യുഗമായിരുന്നു. ഉറക്കം അവളുടെ കണ്ണുകളെ തൊട്ടുപോയില്ല. ജനാലയ്ക്ക് പുറത്ത് മഴ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ഇടിമുഴക്കവും അവളുടെ ഹൃദയമിടിപ്പിനെ വർദ്ധിപ്പിച്ചു. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന തിരിച്ചറിവ് അവളെ തളർത്തി. സാൻഡി നിർമ്മിച്ച ആ വ്യാജ തെളിവുകൾ അത്രമേൽ കൃത്യമായിരുന്നു. പ്രഭാതമായപ്പോൾ അവൾ കണ്ണാടിയിൽ നോക്കി. വിളറിയ മുഖം, കരഞ്ഞു തളർന്ന ഒരു മുഖമാണ് അവിടെ കണ്ടത്. പക്ഷേ ആ കണ്ണുകളിൽ എവിടെയോ ഒരു കനൽ ബാക്കിയുണ്ടായിരുന്നു. തോറ്റുകൊടുക്കില്ല, അവൾ സ്വയം മന്ത്രിച്ചു. ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സഹപാഠികളുടെ നോട്ടം അവളിൽ തറച്ചു. ഇടനാഴിയിൽ കുട്ടികൾ വരിവരിയായി നിന്ന് അവളെ നോക്കി പരിഹസിച്ചു. പാവം അഭിനയിച്ച് ഒടുവിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അടിച്ചുമാറ്റി അല്ലേ? ഒരു സീനിയർ പെൺകുട്ടി ഉറക്കെ ചോദിച്ചു. മീരയുടെ കാതുകളിൽ ആ വാക്കുകൾ ഈയമുരുക്കി ഒഴിച്ചതുപോലെ തോന്നി. കോളേജ് ഗേറ്റിന് മുന്നിൽ അച്ഛൻ രാഘവൻ നിൽക്കുന്നുണ്ടായിരുന്നു. പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും ധരിച്ച വെയിലേറ്റുവാടിയ ആ മുഖം കണ്ടപ്പോൾ മീരയുടെ നെഞ്ചു പിടഞ്ഞു. അവൾ ഓടിച്ചെന്ന് അച്ഛന്റെ കൈകൾ പിടിച്ചു. ആ തഴമ്പിച്ച കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മോളെ, നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ലോകം മുഴുവൻ നിന്നെ തള്ളിപ്പറഞ്ഞാലും നിന്റെ അച്ഛൻ നിന്റെ കൂടെയുണ്ട്. രാഘവൻ അവളുടെ നെറുകയിൽ തലോടി. തന്റെ മകളുടെ കണ്ണുനീർ കണ്ടപ്പോൾ ആ വൃദ്ധന്റെ ഉള്ളിൽ പകയല്ല, മറിച്ച് ഒരു വലിയ സങ്കടമായിരുന്നു പടർന്നത്. ആരുടെ മുന്നിലും തലകുനിക്കാത്ത തന്റെ മകൾ ഇന്ന് അപമാനത്തിന്റെ നിഴലിലാണ്. അവർ പതുക്കെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് നടന്നു. ഓരോ ചുവടും അഗ്നിപഥത്തിലൂടെ നടക്കുന്നത് പോലെ മീരയ്ക്ക് തോന്നി. പ്രിൻസിപ്പൽ ഡോക്ടർ വർമ്മയുടെ മുറിയിൽ ഗൗരവകരമായ അന്തരീക്ഷമായിരുന്നു. അവിടെ പ്രൊഫസർ മേനോനും കള്ളച്ചിരിയോടെ അഭിമന്യുവും ഇരിക്കുന്നുണ്ടായിരുന്നു. അഭി തന്റെ വില കൂടിയ വാച്ചിൽ നോക്കി സമയം കളയുകയായിരുന്നു. അവന്റെ കൂടെ വിക്രമും റോണിയും ഉണ്ടായിരുന്നു. രാഘവൻ, നിങ്ങളുടെ മകൾ ഞങ്ങളുടെ വിശ്വാസം തകർത്തു. പ്രൊഫസറുടെ ലാപ്ടോപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കാൻ അവൾ അവളുടെ ID ഉപയോഗിച്ചു എന്ന് IT സെക്ഷൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഫയൽ മേശപ്പുറത്ത് വെച്ചു. ഇല്ല സർ, എന്റെ മോൾ അത് ചെയ്യില്ല. അവൾക്ക് പഠിക്കാൻ പണമില്ലായിരിക്കും, പക്ഷേ അവൾ മാന്യതയുള്ളവളാണ്, രാഘവൻ കൈകൂപ്പി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു പിതാവിന്റെ നിസ്സഹായതയും വിശ്വാസവും ഉണ്ടായിരുന്നു. തെളിവുകൾ കള്ളം പറയില്ലല്ലോ രാഘവൻ. CCTV ദൃശ്യങ്ങൾ നോക്കൂ. പ്രിൻസിപ്പൽ വലിയ സ്ക്രീൻ തിരിച്ചു. അതിൽ മീരയുടെ അതേ വസ്ത്രം ധരിച്ച ഒരു രൂപം രാത്രിയിൽ ലാബിൽ കയറുന്നതും കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുന്നതും വ്യക്തമായിരുന്നു. അത് കണ്ട മീര സ്തബ്ധയായി. സാൻഡിയുടെ മോർഫിംഗ് വിദ്യ അത്രയ്ക്ക് കൃത്യമായിരുന്നു. തന്റെ മുഖം പോലും അതിൽ വ്യക്തമായി കാണാമായിരുന്നു. അവൾക്ക് പോലും അത് താനല്ലെന്ന് പറയാൻ ഒരു നിമിഷം ബുദ്ധിമുട്ട് തോന്നി. അഭിമന്യു പതുക്കെ എഴുന്നേറ്റു മീരയുടെ അടുത്തേക്ക് വന്നു. അവൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ മീരേ? ഇപ്പോഴും സമയമുണ്ട്. നീ എന്റെ ഷൂ ഒന്ന് ക്ലീൻ ചെയ്താൽ ഞാൻ ഈ കേസൊക്കെ പിൻവലിപ്പിക്കാം. നിന്റെ അച്ഛന്റെ ദാരിദ്ര്യത്തിന് ഞാൻ കുറച്ച് പണവും തരാം. അവൻ ക്രൂരമായി ചിരിച്ചു. രാഘവൻ അപമാനം കൊണ്ട് തല താഴ്ത്തി. മീരയുടെ ഉള്ളിൽ അമർഷം പുകഞ്ഞു. വിചാരണ മുറുകുന്നതിനിടയിൽ വാതിൽ തള്ളിത്തുറന്നുകൊണ്ട് സിദ്ധാർത്ഥ് അകത്തേക്ക് കയറി. അവന്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അഭിയുടെ മുഖം പെട്ടെന്ന് വിളറി. സർ, മീര നിരപരാധിയാണ്. ഈ തെളിവുകളെല്ലാം വ്യാജമാണ്, സിദ്ധാർത്ഥ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നീ എന്താണ് പറയുന്നത് സിദ്ധാർത്ഥ്? നിന്റെ കൂട്ടുകാരനെതിരെയാണോ നീ സംസാരിക്കുന്നത്? പ്രിൻസിപ്പൽ ചോദിച്ചു. ഞാൻ സത്യത്തിന്റെ കൂടെയാണ് സർ, സിദ്ധാർത്ഥ് തന്റെ ലാപ്ടോപ്പ് പ്രിൻസിപ്പലിന് മുന്നിൽ വെച്ചു. സർ, IT സെക്ഷനിലെ ലോഗ് ഫയലുകൾ തിരുത്താൻ എളുപ്പമാണ്. ഒരേ സമയം 2 IP അഡ്രസ്സുകളിൽ നിന്ന് മീരയുടെ ID ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് മീരയുടെ ഫോണിൽ നിന്നും മറ്റൊന്ന് കോളേജ് ലൈബ്രറിയിലെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് സാൻഡിയാണ്. അവൻ CCTV ദൃശ്യങ്ങളുടെ ഒറിജിനൽ മെറ്റാഡാറ്റ പുറത്തെടുത്തു. സാൻഡി എഡിറ്റ് ചെയ്ത വീഡിയോയിലെ പിഴവുകൾ അവൻ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചു. ഈ വീഡിയോയിലെ മീരയുടെ നിഴൽ നോക്കൂ. അത് ലൈറ്റിങ്ങിനനുസരിച്ചല്ല, ഇത് മോർഫിംഗ് ആണ്. ഹാളിലിരുന്നവർ സ്തബ്ധരായി. അഭിമന്യുവിന്റെയും സാൻഡിയുടെയും ചതി അവിടെ വെളിപ്പെട്ടു. പ്രിൻസിപ്പൽ അത്ഭുതത്തോടെയും ദേഷ്യത്തോടെയും അഭിയെ നോക്കി. സാൻഡി വിറയ്ക്കാൻ തുടങ്ങി. അവൻ സത്യം വിളിച്ചു പറഞ്ഞു. സർ, ഇത് അഭിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്തതാണ്. എന്നോട് ക്ഷമിക്കണം. അഭി അവനെ കൈവിട്ടു. സർ, എനിക്കിതിൽ പങ്കില്ല. ഇവൻ തനിയെ ചെയ്തതാകാം, അഭി അഭിനയിച്ചു. പക്ഷെ മീര അത് വിട്ടില്ല. അവൾ പതുക്കെ മുന്നോട്ട് വന്നു. അഭിയുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. അവളുടെ ഉള്ളിൽ ഇത്രയും കാലം അടിച്ചമർത്തിയ ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. പണം കൊണ്ട് നിനക്ക് ലോകം മുഴുവൻ വാങ്ങാം അഭിമന്യു, പക്ഷെ സത്യത്തെ കൊല്ലാൻ നിനക്കാവില്ല. പാവപ്പെട്ടവന്റെ അന്തസ്സിനെ നീ കളിയാക്കി. എന്റെ അച്ഛന്റെ ദാരിദ്ര്യത്തെ നീ പരിഹസിച്ചു. പക്ഷേ ഇന്ന് നീ തോറ്റിരിക്കുന്നു. നിന്റെ ഈ പണമല്ല, നിന്റെ ഈ സ്വഭാവമാണ് നിന്നേക്കാൾ വലിയ ദാരിദ്ര്യം. പണമല്ല മാന്യത അളക്കുന്നത് അഭിമന്യു. അവൾ തന്റെ കയ്യിലിരുന്ന വാട്ടർ ബോട്ടിലിലെ വെള്ളമെടുത്ത് അഭിയുടെ മുഖത്തേക്ക് ആഞ്ഞൊഴിച്ചു.
ഇത് നിന്റെ മനസ്സ് കഴുകാൻ വേണ്ടിയാണ്. ഇനി മേലിൽ എന്റെ അച്ഛനെ അപമാനിക്കാൻ വന്നാൽ ഈ കൈകൾ പണമില്ലാത്തവന്റെ കൈകളാണെന്ന് നീ മറക്കരുത്. ഇത് എന്റെ വാക്കാണ്. ഹാളിൽ ഇരുന്നവരെല്ലാം സ്തബ്ധരായി. അഭിമന്യുവിന് ജീവിതത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടിക്ക് മുന്നിൽ തല താഴ്ത്തേണ്ടി വന്നു. പ്രിൻസിപ്പൽ സാൻഡിയെയും വിക്രമിനെയും ഉടൻ തന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി. അഭിയെ കടുത്ത താക്കീത് നൽകിവിട്ടു. മീരയും അച്ഛനും വിജയശ്രീലാളിതരായി ക്യാമ്പസിന് പുറത്തേക്ക് നടന്നു. സിദ്ധാർത്ഥ് അവരെ നോക്കി പുഞ്ചിരിച്ചു. രാഘവന്റെ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറഞ്ഞു. മോളെ, സത്യം ജയിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ? അദ്ദേഹം മകളെ ചേർത്ത് പിടിച്ചു. പക്ഷെ ദൂരെ തന്റെ റേഞ്ച് റോവർ കാറിലിരുന്നു അഭിമന്യു അവരെ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ പശ്ചാത്താപമല്ല, മറിച്ച് ഭീകരമായ പകയായിരുന്നു. അവൻ തന്റെ ഫോൺ എടുത്ത് സാൻഡിക്ക് മെസ്സേജ് അയച്ചു. പ്ലാൻ ബി സ്റ്റാർട്ട് ചെയ്യൂ. അവൾ ഇന്ന് രാത്രി ഇത് മറക്കില്ല. അന്ന് രാത്രി മീര ഹോസ്റ്റലിൽ തനിയെ ഇരിക്കുകയായിരുന്നു. പുറത്ത് മഴ ശക്തിയായി പെയ്യുന്നു. പെട്ടെന്ന് അവളുടെ മുറിയുടെ വാതിലിൽ ആരോ ആഞ്ഞുകൊട്ടി. മീര ഭയത്തോടെ വാതിൽ തുറന്നു. അവിടെ കണ്ട കാഴ്ച അവളുടെ ബോധം കെടുത്തിക്കളഞ്ഞു. അവളുടെ മുറിക്കു മുന്നിൽ ചോരയിൽ കുളിച്ച നിലയിൽ അവളുടെ പ്രിയപ്പെട്ട ഡയറി കീറിപ്പറഞ്ഞു കിടക്കുന്നു. അതിലെഴുതിയിരുന്നു, കളി തുടങ്ങിയിട്ടേയുള്ളൂ. നാളെ നിന്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവനെ നീ നഷ്ടപ്പെടുത്തും. മീര ഭയത്തോടെ നിലവിളിച്ചു. അവളുടെ അച്ഛന്റെ ജീവൻ അപകടത്തിലാണോ? തന്റെ വിജയത്തിന്റെ സന്തോഷം നിമിഷങ്ങൾക്കുള്ളിൽ കണ്ണുനീരായി മാറുന്നത് അവൾ അറിഞ്ഞു. മീരയുടെ വിജയം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുകയാണോ? അഭിമന്യുവിന്റെ പ്ലാൻ ബി എന്താണ്? രാഘവന്റെ ജീവൻ അപകടത്തിലാണോ? സസ്പെൻസും ആക്ഷനും നിറഞ്ഞ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.